ഒരു ഹിന്ദിയിൽ ഒരു ലെറ്റർ. ഹിന്ദിയില്ലേ? ദിൻഖാ ചൽ ഉച്ചൽ ഛാത് ഹെ മോटे मोटे अंजर पंजर चौड़ी बांध सकल इंजन पे बड़बड़ को बनाई मोटे मोटे बड़क बड़कर पोम पोम करती थी कभी कभी मन में आता तो गाड़ी में लगाती. ഇത് വേറൊന്നാണ്. जब हम साथ थे. ഇത് ആർക്ക് വന്നത്? ആർക്കാന്നറിയില്ല. അഡ്രസ് ഇതാണ്. പേരില്ല. നമ്മുടെ അഡ്രസ് കറക്റ്റ് ആണ്. നിപൂല മൂലം മൂലപ്പാടം. മൂലംപാടം മൂലപ്പാടം നമ്മുടെ അഡ്രസ്. നമ്മുടെ അഡ്രസ് ആർക്ക് വന്നത്? പേരില്ല. ഹിന്ദിയിൽ എഴുതിയ ഒരു ലെറ്റർ വന്നേക്കുന്നു ഫ്രം മഹാരാഷ്ട്ര. ആർക്ക് വന്നെന്ന് ഇല്ലല്ലേ? ഇല്ല മാമാ, നമ്മുടെ അഡ്രസ് ഉണ്ട് കറക്റ്റ് ആയിട്ട്. ഫ്രം മഹാരാഷ്ട്ര താനെ. ഇതിന്റെ അവസാനം നമ്മുടെ എല്ലാരും പേര് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്. അതാണ് കല്ലുമോളുടെ ഒരു പേരുണ്ട് അതിനകത്ത്. വായിച്ചു കൊടുത്തേ. അല്ല അച്ചോ, ഇതിന്റെ മലയാള അർത്ഥം വേണമെങ്കിൽ ഞാൻ തപ്പിപ്പറക്കി പറഞ്ഞു. അതായത് അത് പറയണത് അച്ഛാ തെറ്റിക്കില്ലേ? യാദ് ഹേ. അത് തന്നെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റേ ഓർമ്മയുണ്ടോ അമാവാസി. മലയാളത്തിൽ അർത്ഥം പറ. അതിന് ഓർമ്മയുണ്ടോ അമാവാസി രാത്രി? അതാണ് ആദ്യം. ഓർമ്മയുണ്ട് അമാവാസി നമ്മൾ നന്നായിട്ട് അടിച്ച. എന്താണ് നിങ്ങൾ അന്ന് നമ്മൾ കണ്ട സമയം എന്റെ ഫ്രണ്ട് അല്ലേ ചതുർബോധ ഉപാധ്യായിട്ട് ഞാൻ കണ്ട ദിവസം അവനാണോ? രണ്ടാമത്തെ ലൈൻ അത് മറ്റേ എനിക്ക് മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛാ അടുത്ത ലൈൻ ഇങ്ങനെയാണ് കേട്ടാ. ഇനി കാത്തിരിപ്പിന്റെ കഠിനമായ ദിനങ്ങളാണ്. ഇതെനിക്കല്ല. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ഇനി കാത്തിരിപ്പിന്റെ രാത്രികളാണ്. ഇന്ത്യക്കാര് പരിചയമില്ലല്ലോ. നീ ഇടയ്ക്ക് ബോംബെയിലൊക്കെ പോയി കറങ്ങില്ലേ? കറങ്ങി. പക്ഷേ ഗൗരിയെ കാണുന്നതിന് മുമ്പെയാണോ ബോംബെ പോയത്? ഇല്ല, എനിക്ക് അവിടെ അങ്ങനെ പരിചയം. ഞാൻ 2 ദിവസം അവിടെ നിന്നിട്ട് 2 ദിവസം അവിടെ നിന്നിട്ട് നെക്സ്റ്റ് ഡേ വിസയുടെ കാര്യമായിട്ട് അവിടെ 2 ദിവസം നിന്നു. നീ ഒരു മണിക്കൂർ നിന്നാ മതി. നീ 1 മണിക്കൂർ ഗൗരി കേക്കണ്ട. നീ 1 മണിക്കൂർ ഗൗരിയുടെ മുമ്പ് നിന്നിട്ട് ഗൗരി കേക്കണ്ടെന്നാ. അവസാന വരിയിൽ നിന്റെ മാത്രം ഹൃദയത്തിൽ നിന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. വിത്ത് ലവ്. സത്യം പറ, ഇടയ്ക്ക് ഒരു പാണ്ടി ലോറി എടുത്തോണ്ട് കണ്ടെയ്നർ ലോറി എടുത്തിട്ടുണ്ട് ഹിന്ദി മഹാരാഷ്ട്ര ബോംബെ അവിടെയൊക്കെ കറങ്ങി നിങ്ങൾ വന്നത് ഓർമ്മയുണ്ട? ഒരു പഞ്ചാബിയെ പോലെ ഇവിടെ വന്ന് ഇറങ്ങിയായിരുന്നു ഇങ്ങേര് ഒരു ദിവസം. കുട്ടുവേ കുട്ടു വളച്ചൊടിച്ച് ഇങ്ങോട്ട് സംഭവം എന്താണെന്ന് പറ. ഇനി ബാക്കി പറഞ്ഞാ മതി. ഇത്ര നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഡിഗ്രിയായി ഡിഗ്രി സെക്കൻഡ് ഇയർ BA മലയാളം. പഴുതാര മീശ. കേശു വലിയ ആളായി. പുരുഷനായി. അങ്ങനെ വിചാരം അങ്ങനത്തെ വിചാരം കൊണ്ടാ? അച്ഛാ സംഗതി ഹിന്ദിയാണ്, പക്ഷെ ഒരു ഉറുദു ടച്ച് ഉണ്ട്. ഒരു കവിത പോലെ ഫ്ലോയിങ് ആണ്. എന്റെ മോളെ എനിക്കത് മനസ്സിലായി. കവിതയിലൂടെ ആണല്ലോ പ്രേമങ്ങളും കാര്യങ്ങളും വരുന്നത്. കവിതാത്മകമായ രീതികൾ. അത് എന്റെ മക്കളെ. അയ്യോ എന്റെ മക്കളെ. तुम्हारे बाप का नाम क्या है? എന്ത്? What's your father's name? ശ്രീകർണുടെ. എന്താണ് എനിക്ക് क्या है? എന്തിനറിഞ്ഞിട്ട്? അറിയാലോ. അല്ല ഹിന്ദിയായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അത് പറയണ്ട. ഹിന്ദിയിലൊരു പാട്ട് പാടിയാണ്. സൗകര്യമില്ല. ഹിന്ദിയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയൂ. പറ്റൂല. ഒരു കണക്ഷനും ഇല്ല. ഇല്ല. ഹിന്ദി അറിയില്ല. ഹിന്ദി രാക്ഷാഭാഷ എന്നറിയാലോ. ബാലിച്ചേട്ടാ കളിക്കല്ലേ. അച്ഛാ ചുമ്മാ കളിക്കില്ലട്ടാ. ഞാൻ നേരിട്ട് അപ്പൂനെ വിളിച്ചു പറയേ. എന്റെ പൊന്ന മക്കള്. അപ്പൊ സിദ്ധു വിളിച്ചിരുന്നു. പിന്നെ വിളിച്ചോ? 3 നേരം വിളിച്ചു. ഓക്കെ. എന്റെ ചക്കര കുട്ടി.